പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കർത്താവ് തൻ്റെ മഹത്വം തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത രൂപാന്തരീകരണ മല എന്നറിയപ്പെടുന്ന ട്രാൻസ്ഫിഗറേഷൻ മൗണ്ട് എന്നറിയപ്പെടുന്ന താബോർ മലമുകളിലാണ്. ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് കർത്താവ് ജീവിതത്തിൽ പരസ്യ ജീവിതത്തിന്റെ 3 വർഷങ്ങൾക്കിടയിൽ പലതവണ കർത്താവ് ഇവിടെ വന്നിരുന്നുവെന്നും ഈ മലമുകളിൽ പ്രാർത്ഥിച്ചിരുന്നുവെന്നുമാണ് പറയുന്നത്. അവിടെ ദേവാലയങ്ങൾ നിർമ്മിക്കപ്പെട്ടിരുന്നു. ആ ദേവാലയങ്ങൾ പലതും നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ നിലനിൽക്കുന്ന ദേവാലയമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. കർത്താവ് തന്റെ ശിഷ്യന്മാരായ പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടുമൊപ്പം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് വളരെ പ്രത്യേകമായി രൂപാന്തരീകരണം സംഭവിക്കുകയും രൂപാന്തരീകരണ സമയത്ത് മോശയും ഏലിയായും കർത്താവിന് പ്രത്യക്ഷപ്പെടുകയും ചെയ്തല്ലോ. നിങ്ങൾ ഈ കാണുന്ന ഈ ഗ്ലാസിനകത്തുള്ളത് കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന രൂപാന്തരീകരണം സംഭവിച്ച പാറയുടെ മുകളിൽ പണിതാണ്. പഴയ ദേവാലയത്തിന്റെ അവശിഷ്ടമാണ്. അതിന്റെ പാറ നമുക്കിവിടെ കാണാനായി സാധിക്കുന്നുണ്ട്. ഒപ്പം തന്നെയും അവിടെ പണി കഴിപ്പിച്ചിരിക്കുന്ന പുതിയ ദേവാലയമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ ജീവിതത്തിലും രൂപാന്തരീകരണങ്ങൾ സംഭവിക്കണമെങ്കിൽ കർത്താവ് പ്രാർത്ഥിച്ചതുപോലെ നാമും ദൈവാനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഇപ്രകാരമുള്ള രൂപാന്തരീകരണ മലയുടെ സന്ദർശനങ്ങൾ നമ്മളെ സഹായിക്കും. ഇപ്രകാരമുള്ള തീർത്ഥാടനങ്ങളിലൂടെ ദൈവത്തിന്റെ കൃപാവരം സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്നുള്ളതാകണം ഓരോ തവണയും നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനകൾ. ഞാനിപ്പോൾ ഈ ദേവാലയത്തിന്റെ മുകൾ പരപ്പിലേക്ക് കയറി പോവുകയാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, നമ്മൾ ഈ ദേവാലയത്തിന്റെ മുകളിൽ നിന്നും കാണുന്ന ദൃശ്യങ്ങൾ ജോർദാൻ വാലിയാണ്. ജോർദാൻ വാലിയുടെ പ്രത്യേകത പനോരമിക് വ്യൂ വളരെ വ്യക്തമായി നമുക്ക് നൽകുന്നുണ്ട്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള മലമുകളാണ് താബോർ മല എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രത്യേകമായ സാന്നിധ്യമുള്ള മലമുകൾ എന്ന നിലയിൽ ഈ താബോർ മലയുടെ മുകളിൽ നിന്നുള്ള ജോർദാൻ വാലിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കും ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളെയും രൂപാന്തരപ്പെടുത്തണമേ. അതുവഴിയായി അങ്ങ് സ്വീകരിച്ചതുപോലെയുള്ള ജീവിതാനുഭവം ഞങ്ങൾക്ക് കൈവരുവാൻ ഇടവരുത്തണമേ എന്ന പ്രാർത്ഥന നമ്മുടെ ഒക്കെ മനസ്സുകളിൽ ഉണ്ടാകട്ടെ.